എല്ലാവർക്കും നമസ്കാരം. ടിനോക്കോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ 18 പ്രദക്ഷിണം ചെയ്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാഴ്ച മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ 18 പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ കുറച്ച് അനുഭവങ്ങളെക്കുറിച്ച്. അത് സത്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മളെ അമ്പലങ്ങളിലൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ ചെയ്തതാണ് കേട്ടോ. കാരണം നമ്മളെ ഭരണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു മുഖ്യമന്ത്രിനെ കിട്ടിയിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡിലുള്ള ആളും എല്ലാം ഭക്തരാണ്. അതായത് ഈശ്വര വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അമ്പലങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം 18 പ്രദക്ഷിണം ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് പല ആളുകളും പല രീതിയിലാണ് 18 പ്രദക്ഷിണത്തിനെ കുറിച്ച് നമ്മളോട് പറയുന്നത്. അപ്പം ഞാൻ അതെങ്ങനെ ചെയ്തെന്ന് ഞാൻ വിശദമായിട്ട് ഈ വീഡിയോ ഇടുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും അത് കേൾക്കണം. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യുക. 18 പ്രദക്ഷിണം എങ്ങനെ ചെയ്യണം എന്ന ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്നെ വീണ്ടും വീണ്ടും ഗുരുവായൂർ അമ്പലത്തിലേക്ക് കൊണ്ടുപോയത്. യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഞാൻ അനവധി വീഡിയോകൾ കണ്ടു. ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത്. ആരെങ്കിലും പറയും ആദ്യം ഇങ്ങനെ ചെയ്യണമെന്ന്, മറ്റൊരാൾ പറയും അതല്ല ശരി, ഒരു ഘട്ടത്തിൽ എനിക്ക് തന്നെ കുഴപ്പം തോന്നി. ശരിയായ 18 പ്രദക്ഷിണം എന്താണ്, എങ്ങനെയാണത് ചെയ്യുക എന്ന് അവസാനം ഞാൻ തീരുമാനിച്ചു ആരോടും അല്ല, നേരെ ഗുരുവായൂരപ്പനോട് തന്നെ ചോദിക്കാന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു തോന്നൽ വന്നു, നീ ആദ്യം ഭക്തിയോടെ പ്രദക്ഷിണം ചെയ്യൂ, അനുഭവം ഞാൻ തന്നേക്കാം, അതിനുശേഷം നീ പറയുന്ന വീഡിയോ ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കുമെന്ന്. അങ്ങനെ തന്നെയാണ് ഞാൻ പോയത്. വീഡിയോയ്ക്കായി അല്ല, ഒരു അനുഭവത്തിനായി, ഒരു ആത്മശാന്തിക്കായി. ഞാൻ കരുതിയതുപോലെ ആയിരുന്നില്ല ആ ദിവസം. ഞാൻ കണ്ട വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചില്ല. എൻ്റെ പ്രദക്ഷിണം വേറിട്ടതായിരുന്നു. എന്നാൽ അതായിരുന്നു എൻ്റെ ഏറ്റവും മനോഹരമായ അനുഭവം. ആ ഒരു തിരക്കിനിടയിൽ, ചുറ്റി നടക്കുന്നതിനിടയിലും ഒരു ഘട്ടത്തിൽ ഞാനങ്ങ് മറന്നുപോയി ഇതൊരു വീഡിയോ ചെയ്യണം, ഇതിനെക്കുറിച്ച് പറയണം എന്നൊക്കെ. അവിടെ ഞാനും എൻ്റെ ഗുരുവായൂരപ്പനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 18 പ്രദക്ഷിണം എന്നത് വെറും ഒരു ആചാരം മാത്രമല്ല, ഓരോ ചുറ്റിൽ നടക്കുമ്പോഴും മനസ്സിലെ ഭാരം കുറയുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. പ്രാർത്ഥനകൾ കണ്ണുനീരായി മാറുന്ന ഒരു നിമിഷമാണത്. ഇന്ന് ഞാൻ ആരെയും പഠിപ്പിക്കാൻ വന്നതല്ല, എൻ്റെ അനുഭവം മാത്രം പങ്കുവയ്ക്കാനാണ് വന്നത്. കാരണം ഓരോ ഭക്തൻ്റെയും ഗുരുവായൂരപ്പൻ അനുഭവം വ്യത്യസ്തമാണ്. അതിൻ്റെ ഭംഗിയും അതാണ്. ഒരുപക്ഷെ നിങ്ങളെയും ഗുരുവായൂരപ്പൻ ഒരിക്കൽ ഇങ്ങനെ വിളിച്ചേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും പോയിട്ട് ഇതുപോലൊരു 18 പ്രദക്ഷിണം ചെയ്തോളൂ. കാരണം അവിടെ വന്നിട്ട് നമുക്ക് തോന്നുന്നത് പോലെ, അതായത് ഭഗവാൻ നമുക്ക് തോന്നിക്കും. കാരണം ഞാൻ ആദ്യം ഗണപതി ക്ഷേത്രത്തിലേക്ക് പോയി തേങ്ങ പൊട്ടിച്ചു. അവിടെ നിന്നിട്ട് ഞാൻ നേരെ ഭഗവതിയെ കാണാൻ കയറി, ഭഗവതിയുടെ തൊഴുതു. അതിനുശേഷം ഫുള്ളായിട്ട് 18 പ്രദക്ഷിണം, അതായത് 17 പ്രദക്ഷിണം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നടയിലേക്ക് കയറേണ്ടത് എന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. പക്ഷേ ഞാൻ അവിടെ എത്തിയ സമയത്ത് നെയ്വിളക്കിൻ്റെ ചീട്ടെടുത്തിട്ടാണ് ഞാൻ കയറിയത്. നെയ്വിളക്കിൻ്റെ ചീട്ടെടുത്ത് കയറുമ്പം അവിടെ നട അടയ്ക്കാനായി എന്ന് അവിടുന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇവിടെ കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താ പറയുക, ഫസ്റ്റ് ഭഗവാന്റെ നടയിലേക്കാണ് ഞാൻ കയറിയത്. കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് സുഖമായിട്ട് തൊഴാനും അവിടെ കുറച്ച് നേരം ഇരിക്കാനും ഒരു അവസരം കിട്ടി. കാരണം അവിടെ നട ഓൾറെഡി ഞങ്ങൾ കയറിയവിടെ അടച്ചു കഴിഞ്ഞപ്പോൾ മറ്റുള്ള ആൾക്കാരൊന്നും കയറാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ തിരക്ക് കൂട്ടിയില്ല പെട്ടെന്ന് ഇറങ്ങി പോവാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിന് ശേഷമാണ് ഞാൻ നമ്മളെ ബാക്കിയുള്ളതൊക്കെ ചുറ്റി തീർക്കണത്. പക്ഷെ ആ ചുറ്റുന്നതിൻ്റെ ഇടയിലായിരുന്നു ഈ ശയന പ്രദക്ഷിണം ചെയ്യുന്ന ആളുകൾക്കുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ശരി, നമുക്ക് ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരും. കാരണം നമ്മളെ മുഖ്യമന്ത്രി പൊളിയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കെല്ലാ മാറ്റങ്ങളും നമ്മളെ ഭരണവും തരും, അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാവും. അപ്പം അതൊക്കെ സംഭവിക്കട്ടെ. അപ്പം എൻ്റെ 18 പ്രദക്ഷിണം ഇങ്ങനെയായിരുന്നു. അപ്പം നിങ്ങൾക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചെയ്യുക. ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവരോടും ഞാനിപ്പോൾ ബൈ പറയുകയാണ്. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ട.